5 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം പൂർത്തിയാകാത്ത പത്തനംതിട്ട അബാൻ മേൽപ്പാലം പത്തനംതിട്ട നഗരത്തിലെത്തുന്നവർക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത്. മഴ കൂടി പെയ്തതോടെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാൽനട യാത്ര പോലും അസാധ്യമാണ്. എന്നാൽ കാലാവസ്ഥ അനുകൂലമായാൽ വരുന്ന ഓണത്തിന് പാലം ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ സ്ഥലം സന്ദർശിച്ച ആറന്മുള MLA അബിൻ വർക്കി പറഞ്ഞു. വർഷം 5 കഴിഞ്ഞിട്ടും പത്തനംതിട്ട നഗരത്തിലെ അബാൻ മേൽപ്പാലം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. മുൻ MLA വീണ ജോർജ് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് തുടക്കമിട്ട പദ്ധതിയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാതി വഴിയിൽ നിൽക്കുന്നത്. പാലം പണി നീളുന്നതോടെ പത്തനംതിട്ട നഗരത്തിലെ ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് എന്ന് അവസാനമുണ്ടാകുമെന്ന് ആർക്കും അറിയില്ല. കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്ക് എത്താൻ കഴിയാത്തതിനാൽ വ്യാപാരികളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. മഴ കൂടി പെയ്തതോടെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരവും അബാൻ ജംഗ്ഷനും പൂർണ്ണമായും ചെളിയിലായി. ഇതോടെ ഈ ഭാഗത്തുകൂടി നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പൊതുജനം. കഴിഞ്ഞ ദിവസം ആറന്മുള MLA അബിൻ വർക്കി ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമൊപ്പം സ്ഥലത്തെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തി. മേൽപ്പാല നിർമ്മാണത്തിന് ഇനി അവശേഷിക്കുന്ന സ്ഥലമേറ്റെടുക്കൽ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമായില്ലെങ്കിൽ വരുന്ന ഓണത്തോടുകൂടി പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ MLA വ്യക്തമാക്കി. ജൂലൈ 5-ാം തീയതിക്ക് മുമ്പായിട്ട് ഒരു ഭാഗത്തേട്ട് മുഴുവനായി തന്നെ തുറന്നു കൊടുക്കാൻ പാകത്തിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറുഭാഗത്തേട്ടുള്ളത് ജൂലൈ 30-ാം തീയതിക്ക് മുമ്പ് തുറന്നു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനിടയിൽ നമുക്കറിയാം മഴക്കാലമാണ്. ഏതെങ്കിലും വലിയ മഴക്കാലവുമായി ബന്ധപ്പെട്ട് പണി നടത്താൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം വന്നാൽ കുറച്ച് ദിവസം കൂടെ നീളും എന്നുള്ളത് ഉണ്ടാകും. പക്ഷേ എങ്കിൽ പോലും പരമാവധി ജൂലൈ 30-ന് മുമ്പ് തന്നെ 2 വശത്തേട്ടുമുള്ള നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ഒരു നടപടിയാണ് സ്വീകരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നഗരസഭാ അധികൃതർ, പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി, വാട്ടർ അതോറിറ്റി, ലാൻഡ് അക്വിസിഷൻ വിഭാഗം ഉദ്യോഗസ്ഥരും കരാറുകാരനും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. അധികൃതരുടെ ഉറപ്പ് വെറും വാക്കിലാകില്ലെന്നും ഈ ഓണത്തിനെങ്കിലും ദുരിതയാത്രയ്ക്ക് അറുതിയാകുമെന്ന പ്രതീക്ഷയിലുമാണ് പത്തനംതിട്ടയിലെ ജനങ്ങൾ. അമൃത ന്യൂസ്, പത്തനംതിട്ട.